ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെയ്തൊരു പെയിൻറ്റിംഗ് ആണ്. ഈ പെയിൻറ്റിങ്ങിൻ്റെ കൂടെ നമുക്കൊരു കഥയും കൂടി കേട്ടാലോ. പണ്ട് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽ നടന്നിരുന്ന ഒരു കഥയാണിത്. ഇപ്പോഴത്തെ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് പണ്ട് പെരിഞ്ചല്ലൂർ ഉണ്ടായിരുന്നത്. ഈ ഗ്രാമത്തിൽ അറിവ് കൊണ്ടും പാണ്ഡിത്യം കൊണ്ടും പേര് കേട്ട ഒരു കന്യകയുണ്ടായിരുന്നു. ദേവകന്യാവ് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. ദേവകന്യാവ് ഒരു ബ്രാഹ്മണ കന്യകയായിരുന്നു കേട്ടോ. പണ്ടത്തെ കാലമല്ലേ, അപ്പോൾ പണ്ട് ഒരു കന്യകയായ ഒരു പെൺകുട്ടി അറിവിലും പാണ്ഡിത്യത്തിലും ഇത്രയും മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് ആ സമയത്തുള്ള പണ്ഡിതന്മാരായ പുരുഷ കേസരികൾക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ മനസ്സിൽ വിചാരിച്ചു, ഈ പെൺകുട്ടീനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഇവര് ഒരു അറിവിൻ്റെ മത്സരം നടത്തുകയുണ്ടായി. പണ്ഡിതന്മാർ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഈ കന്യകയോട്. പക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും കന്യക ഉത്തരം പറഞ്ഞു. ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായ സമയത്ത് പണ്ഡിതന്മാര് പെൺകുട്ടിയോട് അവസാനമായിട്ട് 2 ചോദ്യങ്ങൾ ചോദിച്ചു. രസങ്ങളിൽ വച്ച് ഏറ്റവും സുഖമുള്ള രസം എന്താണ് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. പെൺകുട്ടി ഒട്ടും മടിക്കാതെ തന്നെ അതിന് ഉത്തരം പറഞ്ഞു, കാമരസം. അടുത്ത ചോദ്യം, നോവുകളിൽ വെച്ച് ഏറ്റവും വലിയ നോവ് ഏത് എന്നായിരുന്നു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ കന്യക അതിനും മറുപടി പറഞ്ഞു, ഈറ്റ് നോവ്. ഉത്തരം കേട്ടപാടെ തന്നെ ദേഷ്യം വന്ന പണ്ഡിതന്മാര് ഉടനെ തന്നെ ആ പെൺകുട്ടിയോട് ചോദിച്ചു, ഒരിക്കലും അനുഭവിക്കാതെ ഈ കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരാൾക്കും സാധിക്കൂല. അപ്പൊ കന്യകയായ നിനക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ അറിവുണ്ടായതെന്ന്. ഇത് പറഞ്ഞ് അവളെ കളിയാക്കിയും സ്വഭാവദൂഷ്യത്തിന്റെ പേരില് ഊരുവിലക്കുകയും ചെയ്തു. അങ്ങനെ സ്വന്തം സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട കന്യക വടക്കോട്ട് നടന്ന് കരുവള്ളൂരെത്തിയിട്ട് കരുവള്ളൂരപ്പനെയും ദേരമംഗലത്ത് ഭഗവതിയെയും കണ്ടു വണങ്ങി തന്റെ സങ്കടം അറിയിച്ച് മനമൊരുക്കി പ്രാർത്ഥിച്ചു. അങ്ങനെ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി സ്വയം അഗ്നികുണ്ഠം ഒരുക്കിയിട്ട് ആത്മത്യാഗം ചെയ്യാനായിരുന്നു കന്യക തീരുമാനിച്ചത്. ഇതേ സമയത്ത് ആ വഴിക്ക് പോയ മുച്ചിലോടൻ പടനായർ, അതായത് വാണിയ സമുദായത്തിൽപ്പെട്ട മുച്ചിലോടൻ പടനായർ എണ്ണക്കച്ചവടത്തിനായിട്ട് പോകുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ കന്യക താൻ ഒരുക്കി വെച്ച അഗ്നികുണ്ഡത്തിലേക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള എണ്ണ പകർന്ന് ആ തീ ആളിക്കത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് അമ്പരന്ന് പോയ അദ്ദേഹം തന്റെ കയ്യിലുള്ള എണ്ണ ആ തീയിലേക്ക് പകർന്നു. അങ്ങനെ അഗ്നിപ്രവേശം ചെയ്ത ആ പെൺകുട്ടി ഉടലോടെ കൈലാസത്തിൽ ശിവഭഗവാന്റെ അടുത്തെത്തി. അവിടെ വെച്ച് ഭഗവാൻ അവളോട് ഭൂമിയിലേക്ക് തിരിച്ചു ചെന്ന് അവിടെയുള്ള ജീവജാലങ്ങളെ പരിപാലിച്ച് അനുഗ്രഹിച്ച് അന്നപൂർണേശ്വരിയായി കുടികൊള്ളാൻ അറിയിച്ചു. പൊയ്ക്കണ്ണും ദീപക്കോലും ഏന്തിയ ദേവി ഭൂമിയിലേക്ക് യാത്രയായി. ഒഴിഞ്ഞ പാത്രവുമായി വീട്ടിൽ വന്ന മുച്ചിലോടനെ കണ്ട ഭാര്യ കാര്യം അന്വേഷിച്ചു. അയാൾ നടന്ന സംഭവങ്ങൾ ഭാര്യയെ ധരിപ്പിച്ച് ഒഴിഞ്ഞ പാത്രം പടിഞ്ഞാറ്റയിൽ കൊണ്ടുവച്ചു. പിറ്റേന്ന് രാവിലെ മുറ്റമടിച്ചുകൊണ്ടിരുന്ന ഭാര്യ പടിഞ്ഞാറ്റയിലെ പാത്രത്തിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ നിറയെ എണ്ണ നിറഞ്ഞ പാത്രം തുളുമ്പുന്ന കാഴ്ച കണ്ടു. കൂടാതെ മുറ്റത്തെ കിണറിൽ നിന്നും ചിലമ്പിന്റെ ശബ്ദവും കേട്ടു. പ്രശ്നചിന്ത നടത്തിയപ്പോൾ ആത്മാഹൂതി ചെയ്ത കന്യക കരിവള്ളൂരപ്പന്റെയും ദേരമംഗലത്ത് ഭഗവതിയുടെയും അനുഗ്രഹത്താൽ ഭഗവതിയായി മാറിയെന്നും മുച്ചിലോടന് മനസ്സിലായി. തന്നെ കെട്ടിയാടാനുള്ള രൂപവും ദേവി കാട്ടിക്കൊടുക്കുകയും ചെയ്തു. നീ മുച്ചിലോടനാണെങ്കിൽ ഞാൻ മുച്ചിലോട്ട് ഭഗവതിയായി അറിയപ്പെടുമെന്ന് പറഞ്ഞ് വാണിയ സമുദായത്തിന്റെ കുലപരദേവതയായി കണ്ട് ദേവിയെ ആരാധിക്കുവാനും തുടങ്ങി. തെയ്യങ്ങളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യമുള്ള തെയ്യമായി അറിയപ്പെടുന്നത് മുച്ചിലോട്ട് ഭഗവതിയെയാണ്. ഈ കഥയും പെയിന്റിങ്ങും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.